Hi friends, Ananthapuri Local. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എന്റെ കയ്യിൽ ഒരു ബൾബ് ഉണ്ട്, മഞ്ഞ ബൾബ്. ആ മഞ്ഞ ബൾബ് വെച്ചിട്ട്, അതായത് നമ്മളെ ഇൻകാൻഡസെന്റ് ബൾബ്. അപ്പൊ ഈ ബൾബ് വെച്ചിട്ട് നമ്മൾ ഒരു കിടിലൻ ടെറാറിയം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പൊ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ നമ്മളെ വീഡിയോ കാണുക. എപ്പോഴും വീഡിയോയിലോട്ട് പോവാം. ടെറാറിയം സെറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വേണ്ടത് പായലാണ്. ഇതുപോലത്തെ പായൽ നമ്മുടെ മതിലിലും ഭിത്തിയിലൊക്കെ കാണുന്ന പായലുകളാണ്. അടുത്തതായിട്ട് ഇതുപോലത്തെ പന്നലുകളാണ്. നമ്മുടെ കീരിപ്പന്ന എന്നൊക്കെ പറയാം. അതിന്റെ ചെറുതുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതുപോലത്തെ 2-3 പീസ് നമ്മൾ എടുക്കുക. ഇതുപോലത്തെ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ അടിയിട്ടാതിരിക്കാൻ വേണ്ടി, സാറന്മാരെ അടിയിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ പറിക്കുന്ന അടിയിട്ടാ പുളി. ഇത് നമ്മൾ ഇത്തിരി കളർഫുൾ ആവാൻ വേണ്ടിയാണ് വെക്കുന്നത് ബൾബ്. അതിനുശേഷം നമുക്ക് ഇതിന്റെ മണ്ടയൊക്കെ പറിച്ച് കളയാൻ വേണ്ടി ആവശ്യമുള്ള ഒരു സാധനം ഡിസക്ഷൻ ബോക്സ്. നമ്മൾ പണ്ട് പ്ലസ് ടുവിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡിസക്ഷൻ ബോക്സിൽ നിന്ന് ഒരു ചെറിയ സാധനം എടുത്തിട്ടുണ്ട്. അതിന് പകരം നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറിച്ചെടുത്ത മണൽ, അതുപോലെ പറിച്ചെടുത്ത ഫാനുണ്ട്, പിന്നെ കീരിപ്പന്ന ഉണ്ട്, അതുപോലെ ചെറിയ തടി കഷ്ണങ്ങളുണ്ട്, കല്ലുകളുണ്ട്, പിന്നെ നൂലുണ്ട്, പിന്നെ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ. അവിടെ ഫസ്റ്റായിട്ട് ഈ ബൾബിൻ്റെ മണ്ടഭാഗം മൊത്തം ഒന്ന് ഇളക്കി കളയണം. അതിനായിട്ട് 2 സൈഡിലായിട്ട് നിൽക്കുന്ന 2 ചെറിയ ക്ലാമ്പുകൾ നമ്മൾ ഇളക്കി കളയണം. ഇങ്ങനെ കറക്കുമ്പം തന്നെ അത് ഇളകി പോരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു ഭാഗത്തെ ഏതാണ്ട് എടുത്ത് കളഞ്ഞു. ഇനി ഈ മറുഭാഗത്തെയും കൂടെ എടുത്ത് കളയണം. 2 സൈഡിലും സാധനം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ എന്ന് പറഞ്ഞാൽ മണ്ടയിലത്തെ ഭാഗം നമ്മൾ ഈ പ്ലെയർ കൊണ്ട് ഇതുപോലെ പിടിക്കുക. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് വൃത്തിയാക്കാനാണ് ഏറ്റവും പാട്. അപ്പോഴും നമ്മൾ ഇത് പ്ലെയർ വെച്ച് ജസ്റ്റ് നന്നായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ സാധനം ഇളകി വരുന്നതാണ്. അതുപോലെ അതിന് ശേഷമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഈ സാധനം ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു ഫിലമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പൊട്ടിയതിന് ശേഷം ഇത് ഈസി ആയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഫിലമെൻറ്റ് കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് പയ്യെ ജസ്റ്റ് കൈയൊന്നും മുറിയാതെ നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ ഒരു ബൾബ് ഇതുപോലെ എടുത്ത് കളഞ്ഞത് വെച്ചിട്ടുണ്ട്. അപ്പോഴേ അതിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അകത്തൊക്കെ വൃത്തിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഇതുപോലത്തെ ഒരു വെള്ളാരം കല്ല്, ഇതുപോലത്തെ നമ്മൾ പ്ലക്കർ വെച്ചിട്ട് ഇതിനകത്തോട്ട് പയ്യെ സൂക്ഷിച്ച് വെക്കാൻ പോവുകയാണ്. ഇതുപോലെ വെച്ച് കൊടുക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ബൾബ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഡ്രെയിനേജ് സിസ്റ്റത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ കല്ലുകൾ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. 3 കല്ലുകളാണ് നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റത്തിനായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ മണൽ, നമ്മൾ സാധാരണ തോട്ടിലെ മണൽ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മണലോ മണ്ണോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മണലൊക്കെ നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വശങ്ങളിലൊക്കെ ഉള്ള മണലുകൾ നമ്മൾ ഇതിനകത്ത് ഇതുപോലത്തെ സാധനം, അല്ലെങ്കിൽ ഇതിനകത്ത് കയറുന്ന നമ്മൾ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ച് നമുക്ക് ചെറുതായിട്ട് അമർത്തി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ മണലൊക്കെ സെറ്റാക്കി ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത ഫാൻ ഇതിനകത്തോട്ട് എടുത്ത് വെച്ച് കൊടുക്കണം. ഇത് ചെയ്യുമ്പോൾ നല്ല ക്ഷമ വേണം ഗൈസ്. ഇതുപോലെ കുറച്ചായിട്ട് നമ്മൾ ഫാൻ എടുത്ത് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്ത സാധനം തന്നെ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇനി ഫാനിനെ നമ്മൾ ജസ്റ്റ് അമർത്തി കൊടുക്കുകയാണ്. ഇത് കുറച്ച് സെറ്റായിരിക്കാൻ വേണ്ടി ഫാനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടിയിട്ട പുള്ളി വെച്ച് കൊടുക്കുകയാണ്. ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ട് എവിടെയെങ്കിലും സെറ്റാക്കി വെക്കണം. അടിയിട്ട പുള്ളി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു ഫാൻ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നു. ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഉറപ്പിച്ച് കൊടുക്കണം. ഉറപ്പിച്ച് നട്ട് വയ്ക്കണം. നട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ തടിക്കഷ്ണം, ഒരു ചെറിയ തടിക്കഷ്ണം ഇതിനകത്തോട്ട് വെക്കാൻ പോവുകയാണ്. ഒരു തടി കഷ്ണം അതിൻ്റെ അടുത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കീരിപ്പന്ന ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ നമ്മുടെ ടെറാറിയം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഹാങ് ചെയ്യാമെന്ന് നോക്കാം. ഇതുപോലത്തെ ഒരു ഈ നൂല് കൊണ്ടാണ് നമ്മൾ ഹാങ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്തൂടെ കയറ്റി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പി കിട്ടുന്നെങ്കിൽ നമ്മളെ ചെറിയ കുടയര കമ്പി, ആ സൈസിലുള്ള കമ്പി കിട്ടുകയാണെങ്കിൽ ഇതിൽ കൂടെ കയറ്റിയിട്ട് നമുക്ക് കിട്ടിയ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാവുന്നതാണ്. നമുക്കിവിടെ നൂലാണ് കിട്ടിയത്, അതുകൊണ്ട് നമ്മൾ നൂലെടുത്തിട്ടുണ്ട്.
നൂല് 2 ഹോളിൽ കൂടെ കയറ്റിയിട്ട് ഇത് നമുക്ക് എവിടെ വേണോ ഹാങ് ചെയ്ത് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ടെറാറിയം സെറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് എങ്ങനെ വെള്ളം ഒഴിക്കണം എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. എപ്പോഴും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ല് അടിച്ച് ഓളാക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. പിന്നെ അത് മാത്രമല്ല ഇത് സംഭവം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും ബൈ. ഇവിടെ നമ്മൾ ഇതുപോലത്തെ സ്പ്രെയർ ഉപയോഗിച്ച് ഇതിൽ മോയ്സ്ചർ കണ്ടന്റ് കുറച്ച് മതി, വളരെ കുറച്ച് മതി. അതിനനുസരിച്ച് നമ്മൾ അടിച്ചു കൊടുത്താൽ മതി.